www.hubburrasool.net. ആർക്കൊക്കെ കൊടുക്കണം? ഇന്ന് സംഘടനയ്ക്ക്, സ്ഥാപനങ്ങൾക്ക് സകാത്ത് കൊടുക്കുന്നു, യതീംഖാനയ്ക്ക് സകാത്ത് കൊടുക്കുന്നു, അറബിക് കോളേജുകൾക്ക് സകാത്ത് കൊടുക്കുന്നു, സംഘടനകൾക്ക് കൊടുക്കുന്നു, ദേവപ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നു, അതുപോലെ ജാലിയാത്തുകൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സകാത്ത് കൊടുക്കുന്നു. കൊടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല. സകാത്തിന്റെ അവകാശികളെ അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീൻ വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ ഫരീളതൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. ഇന്നമസ്സദഖാത്ത്, തീർച്ചയായിട്ടും സകാത്ത് പിറകെ പറയാൻ പോകുന്ന 8 വകുപ്പുകൾക്ക് മാത്രമാകുന്നു. ഇന്നമ എന്ന് പറയുന്ന കലിമത്തുൽ ഹസ്ർ, പരിമിതപ്പെടുത്തുന്ന പദമാണ് ഇന്നമ. ആ പദം ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഇന്നമസ്സദഖാത്തു, തീർച്ചയായിട്ടും സകാത്ത് പറയാൻ പോകുന്ന 8 വിഭാഗത്തിന് മാത്രം. ഒന്നിൽ ഫുഖറാ, ഫക്കീർമാർക്കാകുന്നു. വൽ മസാകീൻ, മിസ്കിന്മാർക്കാകുന്നു. ഫക്കീർ, ഫുഖറാ പരമദരിദ്രന്മാർ, മസാകീൻ ദരിദ്രന്മാർ, പരമദരിദ്രന്മാർ. ദിവസേന ഒരു ചെറിയ കുടുംബത്തിന് ജീവിക്കാൻ 100 രൂപ വേണമെന്ന് സങ്കല്പിക്കുക. അവിടെ 30 രൂപയോ 20 രൂപയോ കിട്ടുന്നുള്ളെങ്കിൽ 10 രൂപ കിട്ടുന്നുള്ളൂ. അയാൾ ഫക്കീർ, പരമദരിദ്രൻ. അല്ല 40, 50, 60, 70, 80 അല്ലെങ്കിൽ 90 കിട്ടുന്നുണ്ട്, പക്ഷെ തികയുന്നില്ല. എന്നാൽ അയാൾ മിസ്കീൻ, അയാൾ അഗതിയാണ്, പാവപ്പെട്ടവനാണ്, ദരിദ്രനാണ്. പരമദരിദ്രന്മാർക്കൊരു വകുപ്പ്, സാധാരണ ദരിദ്രന്മാർക്ക് വേറൊരു വകുപ്പ്. വൽ ആമിലീൻ, സകാത്ത് ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. വൽ ആമിലീന അലിഹാ, സകാത്ത് ഉദ്യോഗസ്ഥന്മാർ. സകാത്ത് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് ഗവൺമെന്റ് വിതരണം ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മുസ്ലിം ഖലീഫ, മുസ്ലിം സുൽത്താൻ, മുസ്ലിം അമീർ, അങ്ങനെ മുസ്ലിംകളുടെ ഇമാമ് വിതരണം ചെയ്യുമ്പോൾ മാത്രമാണ്, ഇസ്ലാമിക ഗവൺമെന്റ് നിലവിലുണ്ടാകുമ്പോൾ മാത്രമാണ് ആമിലീന അലിഹ എന്ന വകുപ്പുണ്ടാകുന്നത്. ശമ്പളമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ, സകാത്തിന് വേണ്ടി മാത്രം നിയുക്തരാകുന്ന ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് സകാത്തിന്റെ 8-1 ആ വകുപ്പ് ഇന്നില്ലെന്ന് പറയേണ്ടതില്ലല്ലോ. അത് മുസ്ലിം രാഷ്ട്രങ്ങളിലേ ഉണ്ടാകൂ, നമ്മുടെ രാജ്യങ്ങളിലില്ല. വ്യക്തികൾ നമ്മുടെ വൈയക്തികമായി സകാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിൽ ആമിലീന അലൈഹ എന്ന് പറയുന്ന സകാത്ത് ഉദ്യോഗസ്ഥന്മാരില്ല. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, അതുപോലെ തന്നെ മനസ്സുകൾ ഇണക്കപ്പെടേണ്ടതായ പുതുവിശ്വാസികളാണ് 4ാമത്തെ വകുപ്പ്. അപ്പൊ ഫക്കീർ, മിസ്കീന്, ആമിൽ കഴിഞ്ഞ 4ാമത്തെ വകുപ്പ് മുഅല്ലഫത്തി ഖുലൂബ് പുതുവിശ്വാസികളാണ്. പുതുവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള നവാഗതരാണ്. മനസ്സിന് ദൗർബല്യമുണ്ട്, പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ക്ലേശമനുഭവിച്ചാൽ ഒരു വേള അവർ മാറി ചിന്തിച്ച് മുൻ മതത്തിലേക്ക് തന്നെ പോയി അവർ നരകത്തിൽ കിടക്കാൻ ഇടവന്നേക്കാം. അങ്ങനെയുള്ള മനസ്സിന് ദൗർബല്യമുള്ള ആളുകൾ, അവർക്ക് സകാത്ത് കൊടുത്ത് മനോധൈര്യം കൊടുക്കണം. മുസ്ലിമീങ്ങളായി പോയി എന്നതുകൊണ്ട് ഞങ്ങൾ അന്യാധീനപ്പെടുകയില്ല, നമ്മൾ പട്ടിണിയും പരിവട്ടത്തിലുമായി സങ്കടപ്പെട്ടു പോവുകയില്ലെന്ന ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് കോൺഫിഡൻസ്, ആത്മധൈര്യം ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ നല്ല പ്രതാപികളായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു, അവർക്ക് സകാത്ത് കൊടുത്തു. വലിയ സംഖ്യകളൊക്കെ കെട്ടിക്കണ്ടാൽ അത് കണ്ടുകൊണ്ട് മറ്റുള്ളവരും ഇസ്ലാമിലേക്ക് വരാൻ കാരണമാകുമെങ്കിൽ അങ്ങനെയുള്ള പൊതുവിശ്വാസികൾക്കും സകാത്ത് കൊടുത്തുകൊള്ളണം. അതാണ് മുഅല്ലഫത്ത് ഖുലൂബ്, ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ടവരായ പൊതുവിശ്വാസികൾ എന്ന 4ാമത്തെ വകുപ്പ്. അതുപോലെ തന്നെ മോചനപത്രം എഴുതപ്പെട്ട അടിമകൾ, അടിമത്വ മോചനം ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. സകാത്തിന്റെ 8-1 അടിമമോചനത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നു. അടിമത്വ സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിൽ അടിമത്വം നിലനിൽക്കുകയില്ല. അടിമത്വം എന്ന് പറയുന്നത് സാന്ദർഭികമായി ഒന്നുണ്ടാകുന്ന ഒരു സംഗതി മാത്രമാകുന്നു. പാവങ്ങളായ ആളുകളെ ബലാത്കാരേണ പിടിച്ചുകൊണ്ടുപോയി അടിമച്ചന്തയിൽ അടിമകളാക്കി വിൽക്കുന്ന സമ്പ്രദായം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് അടുത്ത കാലത്താണ് അമേരിക്കയിൽ പോലും നിർത്തൽ ചെയ്തിട്ടുള്ളത്. അത് നിർത്തൽ ചെയ്യാൻ വേണ്ടി തന്നെ അമേരിക്കയിൽ പ്രസിഡന്റുമാർ പലരും കൊല്ലപ്പെട്ടു പോയിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. എന്നിട്ടും ഇന്ന് പേരിൽ അടിമത്വം നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭാഗികമായി അടിമത്വത്തിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ എന്നും പരിഷ്കൃത രാജ്യങ്ങളിൽ പോലും നിലനിൽക്കുകയാണ്. എന്നാൽ
എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയുള്ള അടിമത്വമില്ല. ഇസ്ലാമിൽ ഇങ്ങനെ വരുന്നു അടിമത്വം എന്ന് ചോദിച്ചാൽ യുദ്ധത്തിനെ തുടർന്നാണ് അടിമത്വം വരുന്നത്. യുദ്ധം എന്ന് പറയുന്നത് യുദ്ധത്തിൽ അറുകല കുറയ്ക്കാൻ, മനുഷ്യ ജീവനുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇസ്ലാം ഏർപ്പെടുത്തിയ ഒരു ട്രിക്കാണ് അത്. യുദ്ധത്തിൽ തടവുകളിലെ പിടിച്ചാൽ അവരെ ഒന്നുകിൽ വേണമെങ്കിൽ അവരെ സൗജന്യമായി മോചിപ്പിക്കാം, അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങിക്കൊണ്ട് മോചിപ്പിക്കാം. അല്ല അവരെ ജോലിക്ക് വേണ്ടി തൊഴിലിനു വേണ്ടി ഉപയോഗപ്പെടുത്തി അടിമകളാക്കി വെക്കുന്നുവെങ്കിൽ അങ്ങനെയും വെക്കാവുന്നതാണ്. മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ശത്രുക്കളായ ആളുകൾ മുസ്ലിമുകളുടെ പെരുമാറ്റച്ചട്ടങ്ങളും സമൂഹത്തിന്റെ സൽഗുണങ്ങളും കണ്ടുകൊണ്ട് മാനസാന്തരപ്പെട്ട് ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ തിരുത്തുവാൻ ഇത് ഒട്ടേറെ കാരണമാകുന്നു. അങ്ങനെ കാരണമായിട്ടുണ്ട്. ധാരാളം അങ്ങനെയുള്ള അടിമകൾ ഇസ്ലാമിലേക്ക് വന്നതായും പിൽക്കാലത്ത് അവർ മോചിതരായും പിന്നീട് ഇസ്ലാമിക ഭരണത്തിന്റെ സാരഥ്യം വഹിച്ചുകൊണ്ട് അടിമരാജവംശം എന്ന് പറയുന്ന ഒരു രാജചരിത്രം തന്നെ, ഭരണചരിത്രം തന്നെ ഇസ്ലാമിൽ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ അവർ അടിമകളല്ല. അടിമരാജവംശം എന്ന് പറഞ്ഞാൽ അടിമകളല്ല. മവാലി എന്ന് പറഞ്ഞാൽ മോചിത അടിമകളാണ്. അടിമകൾക്ക് ഭരിക്കാനുള്ള അധികാരമില്ല. മുസ്ലിം സമൂഹത്തിലേക്ക് വരുന്ന ഒരു ഭാഗത്തൂടെ അടിമകൾ വരുമ്പോൾ മറുഭാഗത്തിലൂടെ ഓട്ടോമാറ്റിക്കലായി അവർ സ്വതന്ത്രരായി മോചിതരാകുന്നു. അവർക്ക് മൗല എന്ന് പറയുന്നു യജമാൻ എന്നർത്ഥമുള്ളത്. മൗല എന്ന വാക്കിന് യജമാനൻ എന്നും മോചിതാടിമ എന്നും അർത്ഥമുണ്ട്. യജമാനിന് പറയുന്ന അതേ വാക്ക് തന്നെ കൊടുത്തുകൊണ്ട് ആദരിക്കുകയാണ് അങ്ങനെയുള്ള അടിമകളെ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ മുലൂക്കുൽ മവാലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൗലത്തുൽ മവാലി എന്ന് പറഞ്ഞാൽ അവിടെ അടിമരാജവംശം എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയല്ല. മവാലി എന്ന് പറഞ്ഞാൽ മോചിത അടിമകളായി തീർന്നിട്ടുള്ള ആളുകൾ അവർ പിൽക്കാലത്ത് മുസ്ലിമുകളെ ഭരിക്കുന്ന രാജാക്കന്മാർ വരെയായി തീർന്നിട്ടുണ്ട്. ഏതെങ്കിലും ആവട്ടെ, അടിമ മോചനത്തിന് വേണ്ടി സക്കാത്തിന്റെ 8 നീക്കിവെക്കുന്നു. അങ്ങനെ യുദ്ധത്തടവുപള്ളികളായി മുസ്ലിം സമൂഹത്തിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഇസ്ലാം മതം ആശ്ലേഷിക്കുകയും സമൂഹത്തിൽ അവർ ജീവിക്കുകയും ചെയ്താൽ പിന്നെ അവർക്ക് അടിമത്വം നിലനിൽക്കുകയില്ല. കാരണം എന്തുകൊണ്ട്? അടിമകളെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാമിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ആരാധനകളിൽ ഒന്നാണ്. ഖുർആൻ പറയുന്നു, സ്വർഗത്തിൽ കിടക്കാനുള്ള കടമ്പയായി, മലമ്പാതയായി, ഗിരിമാർഗമായി അടിമോചനത്തെ ഇസ്ലാം ഖുർആൻ അവതരിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് അവൻ അക്കബ സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള ആ കടമ്പ അവൻ കടക്കുന്നില്ല. കടമ്പ എന്താണെന്നറിയാമോ? അടിമയെ മോചിപ്പിക്കുകയാണെന്ന് ഒന്നാമതായി പറയുന്നു. അപ്പോൾ അടിമകളെ മോചിപ്പിക്കുന്നതിൽ മുസ്ലിമുകൾ പരസ്പരം മത്സരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്ത് വില കൊടുത്തും പണക്കാർ അടിമകളെ വില കൊടുത്ത് മോചിപ്പിക്കുകയായിരുന്നു. അത് സൗജന്യമായൊരു ഭാഗത്ത് നടക്കുമ്പോൾ പല തെറ്റുകുറ്റങ്ങളുടെയും പ്രായശ്ചിത്തമായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് അടിമമോചനമാണ്. അതിനെല്ലാം ഉപരിയായി സക്കാത്തിന്റെ 8 അടിമോചനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അതാണ് ഇത് ഇന്ന് നിലവിലില്ല. അങ്ങനെയുള്ള യുദ്ധസമ്പ്രദായങ്ങളില്ലാത്തതുകൊണ്ടും അങ്ങനെയുള്ള അടിമ സമ്പ്രദായം നിലവിൽ വരാത്ത ബന്ധികളില്ലാത്തതുകൊണ്ടും അടിമമോചനം എന്നത് ഇന്ന് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇല്ല. അപ്പോൾ സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ ആമിലീൻ എന്ന വകുപ്പില്ല, റിഖാബ് എന്ന വകുപ്പില്ല. 6ാമതായി വരുന്നത് കടബാധ്യതയുള്ളവർ, കടക്കാർ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഹറാമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി കടബാധ്യത വന്നുപോയി. അവന് സക്കാത്ത് വാങ്ങാവുന്നതും കൊടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ വ്യക്തികൾ തമ്മിലോ സമൂഹങ്ങൾ തമ്മിലുള്ള കുഴപ്പവും വക്കാണവും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, അനുരഞ്ജനമുണ്ടാക്കുന്നതിന് വേണ്ടി വല്ല ബാധ്യതയും ഏറ്റെടുത്തുകൊണ്ട് ഒരാൾ കടക്കാരനായാൽ അയാൾ സമ്പന്നനെങ്കിൽ പോലും അയാൾക്ക് സക്കാത്ത് വാങ്ങാവുന്നതും അയാൾക്ക് സക്കാത്ത് കൊടുക്കാവുന്നതുമാണ്. വാര്യമീൻ എന്ന പരിധിയിൽ അയാളും പെടുന്നു. അതുപോലെ തന്നെ പൊതു ആവശ്യത്തിന് വേണ്ടി പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ, വിദ്യാഭ്യാസത്തിന്, അതിഥികളെ സൽക്കരിക്കാൻ തുടങ്ങി പൊതുവായ ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും കടം വാങ്ങി കടക്കാരനായാൽ അയാൾ സമ്പന്നനെങ്കിൽ പോലും അയാൾ ഈ വകുപ്പിൽ പെടുന്നു. അയാൾക്ക് ആ കടം വീട്ടാൻ വേണ്ടി സക്കാത്ത് വാങ്ങാവുന്നതാണ്. വേറൊരാളുടെ കടത്തിന് ജാമ്യം കൊണ്ട് കടക്കാരനായി പോയി, എന്നാലും അയാൾ വാര്യമീൻ എന്ന വകുപ്പിൽപ്പെടുന്നു. അയാൾക്കും സക്കാത്ത് കൊടുക്കാവുന്നതാണ്. ഈ 4 വകുപ്പും വാര്യമീൻ എന്നതിൽപ്പെടുന്നു. സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി കടക്കാരനായി പോയവൻ, അനുരഞ്ജനത്തിന് വേണ്ടി വ്യക്തികൾ തമ്മിലോ സമൂഹങ്ങൾ തമ്മിലോ ഉള്ള കുഴപ്പം തീർക്കാൻ വേണ്ടി, അനുരഞ്ജനത്തിന് വേണ്ടി അവിടെ ഒരു ഉത്തരവാദിത്വം വഹിച്ച് കടക്കാരനായി പോയി, എന്നാൽ പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങി കടക്കാരനായി. എന്നാൽ അതുപോലെ തന്നെ ഒരാളുടെ കടത്തിന് ജാമ്യം നിന്ന് കടക്കാരനായി പോയി, അയാൾക്കും സക്കാത്ത് വാങ്ങാവുന്നതും കൊടുക്കാവുന്നതുമാകുന്നു. 7ാമതായി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. ഫീ സബീൽ അല്ലാഹുവിന്റെ മാർഗ്ഗം. എന്താണ് ഫീ സബീൽ? ഫീ സബീൽ അല്ലാഹുവിന്റെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകൾ എല്ലാം ഏകകണ്ഠമായി പറഞ്ഞു ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാൽ വേതനം പറ്റാതെ യുദ്ധസേവനം ചെയ്യുന്ന യോദ്ധാക്കൾ, വേതനം പറ്റാതെ പൊതുഫണ്ടിൽ നിന്ന് വേതനം പറ്റാതെ ശമ്പളം പറ്റാതെ യുദ്ധസേവനം ചെയ്യുന്ന യോദ്ധാക്കൾ അവരാണ് സക്കാത്തിന് അർഹരായ ഫീ സബീൽ അൽ ഗുസാത്ത് അൽ മുതതവ്വിയ അവരാകുന്നു. എന്നാൽ ഫീ സബീൽ എന്നത് ഇന്ന് ചില ആളുകൾ വികസിപ്പിച്ചിരിക്കുന്നു 7ാമത്തെ വകുപ്പ്. എന്നിട്ട് സാമൂഹിക പ്രവർത്തന, വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്, ജേർണലിസത്തിന്, അതുപോലെ തന്നെ പൊതുവായ മറ്റു കാര്യങ്ങൾക്ക്, ജലവിതരണത്തിന് എല്ലാം സക്കാത്ത് ഉപയോഗിക്കാം. എന്തുകൊണ്ട്? അതൊക്കെ ഫീ സബീലിൽ പെടുന്നു. അള്ളാഹുവിന്റെ മാർഗം എന്നാ പറഞ്ഞത്. ഇതൊക്കെ അള്ളാഹുവിന്റെ മാർഗമാണെന്നാ പറഞ്ഞത്. അള്ളാഹുവിന്റെ മാർഗം കൊടുക്കാൻ പറ്റൂ? പറ്റില്ല. അള്ളാഹു പറഞ്ഞ വകുപ്പുകൾക്കേ കൊടുക്കാൻ പറ്റൂ. അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം പെടുമെങ്കിൽ അള്ള 8 വകുപ്പ് പറയണം. അടുത്ത് പറയാൻ പോകുന്നത് വബിനി സബീൽ. 8ാമത് പറഞ്ഞത് വബിനി സബീൽ, യാത്രക്കാരൻ എന്നാണ്. യാത്രക്കാരൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോകുന്നവന്, ഹജ്ജിന് പോകുന്നവന്, ഉംറയ്ക്ക് കൊണ്ട് യാത്ര തുടങ്ങുന്നു. എല്ലാം റെഡിയായി. പക്ഷേ കാശിന്റെ കുറവുണ്ട്, അല്ലെങ്കിൽ കാശില്ല, ബുദ്ധിമുട്ടിപ്പോയി. വിസ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ജോലി ആവശ്യാർത്ഥം പോകണം, പക്ഷേ ടിക്കറ്റിന് കാശില്ല. അല്ലെങ്കിൽ ഹജ്ജിന് ഒരുങ്ങി കിട്ടി, പക്ഷെ പോകാൻ നോക്കുമ്പോൾ കാശ് തികഞ്ഞിട്ടില്ല. അയാൾക്ക് സക്കാത്ത് കൊടുക്കണം, വാങ്ങാവുന്നതുമാണ്. ഇബ്നു സബീൽ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൂടെ പാസ് ചെയ്തു പോകുന്ന വഴിപോക്കൻ, കയ്യിലുള്ള കാശ് തീർന്ന് വഴിമുട്ടിപ്പോയി, അയാൾക്ക് അയാളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് ആവശ്യമായ പണം കൊടുക്കണം. അവർ യാത്രക്കാരൻ. ഇബ്നു സബീൽ. ഇതാണ് 8ാമത്തേത്. ഫദീലത്തും മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. ഇത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള നിശ്ചയമാണ്. ഇതിൽ മാറ്റത്തിരുത്തങ്ങൾ വരുത്താൻ ആർക്കും അവകാശമില്ല. വല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹ് സകലജ്ഞനാണ്, തന്ത്രശാലിയാണ്. അള്ളാഹുവിനെ തിരുത്താൻ, അള്ളാഹുവിനെ യുക്തി പഠിപ്പിക്കാൻ ആരും മുമ്പോട്ട് വരണ്ട. ഫീ സബീലില്ലാ, ഫീ സബീലില്ലാ എന്നത് എല്ലാം പെടുമെങ്കിൽ പിന്നെ അള്ളാഹു എന്തിന് 8 വകുപ്പ് പറയണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാ ഗുണകരമായ കാര്യങ്ങളും പെടുമെങ്കിൽ ഫക്കീറിന് വേറെ, മിസ്കിന് വേറെ, ആമിലിങ്ങളെ വേറെ, പുതുവിശ്വാസികളെ വേറെ, അടിമകളെ വേറെ, കടക്കാരെ വേറെ, യാത്രക്കാരെ വേറെ വേറെ അള്ള എണ്ണി പറയേണ്ടതുണ്ടോ? ഇല്ല. അപ്പം മനസ്സിലായി ഫീ സബീലില്ലാ എന്നത് എല്ലാ നന്മയുടെയും ഖൈറിന്റെയും വഴി എന്നർത്ഥത്തിലല്ല, അതൊരു പ്രത്യേക വകുപ്പ് തന്നെയാണ്. അതാണ് വ്യാഖ്യാതാക്കളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞു തന്നത്. ശമ്പളം പറ്റാത്ത യോദ്ധാക്കൾ അവരാണ് ഫീ സബീലില്ലാ എന്ന് പറയുന്നത്. അത് ഇന്നിപ്പോ നമുക്കുണ്ടോ? ഇല്ല. നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ആ വകുപ്പില്ല. അതുകൊണ്ട് തന്നെ ആ വകുപ്പിന് സക്കാത്ത് നീക്കി വെക്കാനും പാടില്ല. ഇല്ലാത്ത വകുപ്പ് വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഇവിടെ പുത്തൻ കുറ്റുകാരായ ആളുകളും മോഡേണിസ്റ്റുകളും സക്കാത്ത് അതാ ചെലവഴിക്കാൻ പാടില്ലാത്ത വകുപ്പുകളിലൊക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. കോളേജിന്, യതീംഖാനയ്ക്ക്, അതുപോലെ തന്നെ പത്രപ്രവർത്തനത്തിന്, ദഅ്വാ പ്രവർത്തനത്തിന്, സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ ചെലവഴിക്കുകയാണ്. മഅദല്ലാഹ്, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഫീ സബീൽ വികസിപ്പിച്ചെടുത്ത സക്കാത്ത് കമ്മിറ്റികളുണ്ട്. അങ്ങനെ സക്കാത്ത് വാങ്ങിക്കൊണ്ട് ഇങ്ങനെ അവരെ ദുരുപയോഗപ്പെടുത്തുകയാണ്. കൊടുത്തവരും വാങ്ങിയവരും ഏൽപ്പിച്ചവരും എല്ലാവരും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ നോക്കണം, മഹാനായ സിയാദ് ബിൻ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്നു, അത്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുൽ, നബി തിരുമേനിയുടെ അടുത്ത് അതാ ഒരാൾ വരുന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, വഅത്നി മിന സദഖ, ഓ പ്രവാചകരെ, എനിക്ക് സക്കാത്ത് തരണം. അങ്ങ് സക്കാത്ത് കൊടുക്കുന്നു, പലരും വാങ്ങുന്നു, എനിക്കും വേണം സക്കാത്ത്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അയാളോട് പറയുന്നു, എന്താ പറയുന്നത്? സക്കാത്ത് നിനക്ക് തരൂല എന്നോ തരുമെന്നോ പറഞ്ഞില്ല. നബി തങ്ങൾ എന്തു പറഞ്ഞു? ഇന്നല്ലാഹ ലം യർള ബിഹുക്മി നബിയ്യിൻ വലാ ഗൈരിഹി ഫി സദഖാത്ത്. ഇന്നല്ലാഹ ലം യർള, അല്ലാഹു തആല ഇഷ്ടപ്പെട്ടില്ല, ബിഹുക്മി നബിയ്യിൻ വലാ ഗൈരി, ഒരു പ്രവാചകന്റെ തീരുമാനമോ അല്ലെങ്കിൽ വേറൊരാളുടെ തീരുമാനമോ, ഒരു രാജാവിന്റെയോ ഒരു ജഡ്ജിന്റെയോ ആരുടെയും തീരുമാനം ഇക്കാര്യത്തിൽ അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടില്ല. സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന തീരുമാനം പ്രവാചകന് വിട്ടുകൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഭരണാധിപന് വിട്ടുകൊടുത്തിട്ടില്ല, നാട്ടുമൂപ്പന് വിട്ടുകൊടുത്തിട്ടില്ല. നേരെ മറിച്ച് അല്ലാഹു തആല തന്നെ നേരിട്ട് അതിൽ തീരുമാനമെടുത്തിരിക്കുന്നു.
സക്കാത്ത് അല്ലാഹു തആല 8 വിഭാഗമാക്കി വിഭജിച്ചിരിക്കുകയാണ്. ഫൈൻകുൽ 8 വിഭാഗമാണ് സക്കാത്ത് എന്ന് പറഞ്ഞ 8 അവകാശികൾക്ക് അല്ലാഹു വീതിച്ചു വെച്ചിരിക്കുന്നു. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ സക്കാത്തിന്റെ അവകാശികളെ 8 ആയി ഭാഗിച്ചിരിക്കുകയാണ്. സമൂഹത്തിൽ വിവിധ തരത്തിൽ വിവിധ ആവശ്യക്കാരുണ്ട്. എല്ലാവർക്കും എല്ലാ ആവശ്യക്കാർ എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യാ നമ്മൾ കാണുന്ന വയറിന്റെ പ്രശ്നമുള്ളവർ മാത്രമല്ല, വെറും വയറിന്റെ പ്രശ്നം, എരിപരി കൊള്ളുന്ന വയറിന്റെ പ്രശ്നം മാത്രമല്ല, സമൂഹത്തിന്റെ പ്രശ്നം. വിവിധ ആളുകൾക്ക് വിവിധ ആവശ്യങ്ങളുണ്ട്. അങ്ങനെ ആവശ്യങ്ങളെ 8 ആയി വിഭജിച്ചുകൊണ്ട് അള്ളാഹു 8 വകുപ്പായി തിരിച്ചിരിക്കുന്നു. ആ 8 വിഭാഗങ്ങളിൽ നീ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നീ പെടുമെങ്കിൽ നിന്റെ അവകാശം ഞാൻ നിനക്ക് നൽകാം. നബി തങ്ങൾ മറുപടി കൊടുക്കുന്നു. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ സക്കാത്തിന്റെ അവകാശികൾ അല്ലാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ തന്നെ കർക്കശമായി നമ്മുടെ പണ്ഡിതന്മാരും പറഞ്ഞു, ഈ 8 അവകാശികൾ ഫഖീറും വമിസ്കീനുൻ വഗാസിം വആമിലു വരിഖുൻ സബീലുൻ ഗാരിമൂന മുഅല്ലഫു. ഫഖീറും വമിസ്കീനുൻ വഗാസിം വആമിലു വരിഖുൻ സബീലുൻ ഗാരിമൂന മുഅല്ലഫു. 8 വിഭാഗത്തിൽ ഏതെങ്കിലും വിഭാഗത്തിൽ പെടണം. ഫീസബീൽ വികസിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. ഫീസബീലില്ല എന്നുള്ള യോദ്ധാക്കൾ മാത്രമേ പെടുകയുള്ളൂ. 4 മദ്ഹബിന്റെ ഇമാമികളും പറഞ്ഞു. ആരെങ്കിലും മദ്ഹബിന്റെ ഇമാമികൾ ചില ആളുകൾ അത് വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾ ചില ഹദീസിന്റെ നിന്ന് അവർ മനസ്സിലാക്കിയതനുസരിച്ച് അവർ പറഞ്ഞു അതില് ഹജ്ജിന് പോകുന്നവർ ഹജ്ജ് ഉംറയും കൂടി പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ആരും പറഞ്ഞിട്ടില്ല. അതിനെല്ലാവരും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. ചില മദ്ഹബിൽ അങ്ങനെയുണ്ട്, ഹജ്ജിന് പോകുന്നവർ കൊടുക്കാം. ഹജ്ജ് ഉംറയ്ക്ക് പോകുന്നവർ ആ വകുപ്പിൽ പെടുമെന്ന് നമ്മുടെ ശാഫിയാക്കൾ പറഞ്ഞു. എന്തിനാവോ ഫീ സബീലിൽ പെടുത്തണം? ഹജ്ജിന് പോകുന്നവർക്ക് ഉംറയ്ക്ക് പോകുന്നവർക്ക് വിഷമുണ്ടോ? ഇബ്നു സബീലിൽ പെടുത്താമല്ലോ. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ആവട്ടെ. ഫീ സബീലില്ല എന്ന് പറഞ്ഞത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് ഫീ സബീലില്ല അൽ ഗുസാത്തിന് കൊടുക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു ഹജ്ജ് ഉംറക്കാരും അതിൽ പെടുമെന്ന്. അതിനപ്പുറം ആരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമ്പരാഗതമായി യുഗയുഗാന്തരമായി അനുശ്രാവികമായി മുസ്ലിമുകൾ കൈമാറി വന്നിട്ടുള്ള ഫിഖ്ഹിനെയും തഫ്സീറിനെയും അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വയം പണ്ഡിതന്മാരായി ചമഞ്ഞ് ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചുകൊണ്ട് ഇസ്ലാമിനെ ലിബറലാക്കി അവതരിപ്പിക്കാൻ ശ്രമിച്ച മോഡേണിസ്റ്റുകൾ, അവരാണ് ഫീ സബീലില്ല എന്നത് വികസിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ സക്കാത്ത് കൊടുക്കാം, ഫീ സബീലിൽ പെടുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ജമാലുദ്ദീൻ ഖാസിമിയ വകുപ്പിൽപ്പെട്ട ആളാണ്. റഷീദി തല വകുപ്പിൽപ്പെടുന്നു. യൂസുഫുൽ കർലാവി പെടുന്നു. ആരാണ് ഇവരൊക്കെ? ഇവരൊക്കെ മദ്ഹബ് വലിച്ചെറിഞ്ഞവർ, സ്വയം മുജ്തഹിദുകളായി ചമഞ്ഞവർ, കഴിഞ്ഞ തലമുറയിലെ പണ്ഡിതന്മാരെ ഇകഴ്ത്തി കാണിച്ചവർ. ഇവരാണ് പറയുന്നത് ഫീ സബീലില്ല, എല്ലാ നന്മയുടെ മാർഗം പെടുമെന്ന്. കേട്ടാൽ തന്നെ അസംബന്ധമാണെന്ന് മനസ്സിലാക്കാൻ കാരണം ഫീ സബീലില്ല എന്നതിൽ എല്ലാ നന്മയുടെ മാർഗങ്ങളും പെടുമെങ്കിൽ പിന്നെ അള്ളാഹ് 8 വകുപ്പ് തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ആ വഴിക്ക് നമുക്ക് പോയിക്കൂടാ. വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തും